അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മാലിന്യ സംസ്കരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭയിൽ ദൃശ്യശ്രവ്യ ബോധവൽക്കരണ സന്ദേശവാഹനം പര്യടനം ആരംഭിച്ചു. മാലിന്യ സംസ്കരണ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, മാലിന്യ സംസ്കരണം പൊതുജനത്തിന്റെ ഉത്തരവാദിത്തമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. മാലിന്യമുക്ത മൂവാറ്റുപുഴ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി കരമാലിന്യ പരിപാലന പദ്ധതിയുടെ സഹകരണത്തോടെ മൂവാറ്റുപുഴ നഗരസഭ മാലിന്യ സംസ്കരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും ദൃശ്യ ശ്രവ്യ ബോധവൽക്കരണ സന്ദേശവാഹനം പര്യടനം നടത്തും. ജനങ്ങളിലേക്ക് മാലിന്യ സംസ്കരണ സന്ദേശങ്ങൾ എത്തിക്കുക, മാലിന്യ സംസ്കരണം പൊതുജനത്തിന്റെ ഉത്തരവാദിത്തമാക്കി മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമ്പൂർണ്ണമായിട്ടുള്ള മാലിന്യമുക്ത നഗരത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള അവയർനെസ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് മൂവാറ്റുപുഴ നഗരസഭ ഒരു അനൗൺസ്മെന്റ് വാഹനം എല്ലാ വാർഡുകളിലും കൃത്യമായ സ്കെഡ്യൂൾ പ്രകാരം അനൗൺസ്മെന്റും അതിനോടൊപ്പം തന്നെ അവയർനെസ് പകരുന്ന വീഡിയോ പ്രസന്റേഷനുമായിട്ട് ഈ വാഹനം എല്ലാ വാർഡുകളിലും സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു വലിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. ഈ വരുന്ന നാളുകളിൽ തന്നെ ഈ മൂവാറ്റുപുഴ നഗരസഭയെ ഒരു സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയും അതോടൊപ്പം തന്നെ സൗന്ദര്യവൽക്കരണത്തിൽ മുൻപിട്ട് നിൽക്കുന്ന ഒരു നഗരസഭയുമാക്കി മാറ്റുക എന്നുള്ളത് ഈ കൗൺസിലിന്റെ ലക്ഷ്യമാണ്. അതിൽ മുന്നേറുന്ന ഒരു ഭാഗം മാത്രമാണ് ഇത്. ഇതിന്റെ ഒരു അവയർനെസ് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുമ്പോൾ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ആയിരിക്കണം ഈ നഗര സൗന്ദര്യവൽക്കരണവും മാലിന്യമുക്തമായിട്ടുള്ള നഗരത്തെ സൃഷ്ടിക്കലും എന്നുള്ള നഗരസഭയുടെ ഒരു ദീർഘവീക്ഷണവും ഇതിന് പിന്നിലുണ്ട്. നഗരസഭയിലെ 30 വാർഡുകളിലും 4 ദിവസം കൊണ്ട് സന്ദേശവാഹനം എത്തിച്ചേരുകയും പ്രധാന സ്ഥലങ്ങളിൽ ദൃശ്യബോധവൽക്കരണ വീഡിയോകൾ പ്രദർശിപ്പിക്കുകയും ചെയ്യും. യോഗത്തിൽ ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷ രജിത പി, പൊതുമരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ജിനു ആന്റണി, വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ അസംബീഗം, ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ഷുക്കൂർ CM, വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ ഷഹന മാഹിൻ, വാർഡ് കൌൺസിലർമാർ, നഗരസഭ അസിസ്റ്റന്റ് സെക്രട്ടറി ഷീല S, ക്ലീൻ സിറ്റി മാനേജർ നൌഷാദ് A, നഗരസഭാ ഉദ്യോഗസ്ഥർ, KSWMB ഉദ്യോഗസ്ഥർ, ശുചിത്വ മിഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.